എന്തായത്? അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ ഇപ്പൊ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പ കറണ്ട് പോവും. പിന്നെ ഈ പാടാ, പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ കുലുക്കേ? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ? ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഏയ്, ഇത് നോക്കിട്ട് പോ. എന്ത് നോക്കാനാ? ജാംബോന്റെ കാലത്തെ കണക്ഷനാ. ഏയ്, അത്ര പഴക്കൊന്നുമില്ല. അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോവൂ. ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയി നില്ലേ, കറണ്ട് വന്നാ പറയണം. നിങ്ങൾക്കെന്താ വട്ടുണ്ടോളേ? ആണടാ, എനിക്ക് വട്ട് തന്നെയാ. നിന്നോട് ആര് പറഞ്ഞു പോസ്റ്റുകാരൻ? അതെ, നിങ്ങളുടെ അനുഭവമൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. അയ്യടാ, താൻ എവിടുത്തെ ലൈൻമാൻ ആയാലും കൊള്ളാം. തന്റെ ലൈനൊന്നും ഇവിടെ വേണ്ട. പോസ്റ്റുകാരിന്ന് എന്റെ മക്കളുടെ നേരെ കണ്ണും കൈയും കാണിച്ചാലുണ്ടല്ലോ, എറിഞ്ഞിട്ട് കണ്ണാൻ പൊട്ടിക്കും. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പോസ്റ്റ് കയറിയത്. തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോസ്റ്റിൽ കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ. എന്താ അറിയാതെ? നീ ബോഡിയകത്ത് ഒന്നും ഇങ്ങോട്ട് മാറിയേ. അമ്മ, കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അയാൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്റ്റാ. അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി, ഒരു ലൈൻമാൻ പോയാൽ വേറെ ഒരുത്തം വരും. അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്കിപ്പോ സംശയം. അതേടി, എനിക്ക് ഇവന്മാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാർ.